എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗാഥയാണെങ്കിൽ നവീൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്നു. അപ്പോൾ സിതാര പറഞ്ഞു കൊടുക്കുന്നു, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പ്രതികരിച്ചോണം, ആദ്യം തന്നെ അവരൊന്നും പറയുന്നതൊന്നും അനുസരിക്കരുതെന്ന് തന്നെ പറയുന്നു. അതുപോലെ സുനന്ദ അവിടുത്തെ ജോലിക്ക് വരുന്നു. ജോലിക്ക് വന്നതിന് ശേഷം നമ്മുടെ സുനന്ദയ്ക്ക് അവിടെ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ കൃഷ്ണയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കൃഷ്ണ വീട്ടിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഗാഥ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ ഗാഥ അങ്ങനെ നവീൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഗാഥ വരുന്നു. ഗാഥ വരുമ്പോൾ വരാനൊക്കെ മുത്തശ്ശി, അപ്പോൾ കൂടെയുള്ള സിതാരയുടെ പിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, നീ അവർ പറയുന്നൊന്നും ആദ്യം തന്നെ അനുസരിക്കരുത്, ഒന്ന് ഇതിട്ട് വേണം ചെയ്യാനെന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ കണ്ടപ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു മോഡേൺ ഡ്രസ്സിലൊക്കെയാണല്ലോ, എങ്കിൽ അവരതെല്ലാം സഹിച്ച് വിളിക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ അവർ വിചാരിച്ച് വലതുകാൽ വെച്ച് കയറുന്നപ്പോൾ ഇങ്ങനെ ഇടതുകാൽ വെച്ച് അവൾ കയറി അകത്തേക്ക് പോവുകയാണ്. അപ്പോഴും അവരൊന്നും പ്രതികരിക്കുന്നൊന്നുമില്ല. പക്ഷെ അതൊക്കെ കണ്ട് നമ്മുടെ കീർത്തിക്കും അമ്മയ്ക്കൊക്കെ നാലെണ്ണം പറയണമെന്നുണ്ട്. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ സിദ്ധാരയെ വിളിച്ച് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ സിദ്ധാര പറയുന്നു, എൻ്റെ മോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കളരിക്കൽ തറവാടിനെ ഉപേക്ഷിച്ചാൽ നവീനെ ഉപേക്ഷിച്ച് വേണം ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ, അതിനുള്ള ഒരുക്കങ്ങൾ നീ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ കീർത്തിക്കും കീർത്തിയുടെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ ഇവളെ ഇവിടുന്ന് ഓടിക്കണം, അതും അവരും ഒരു സൈഡിലൂടെ ചെയ്യുന്നുണ്ട്. ഗാഥയ്ക്ക് ഇതായിട്ട് നമ്മുടെ സിതാരയുടെ പിയും കൂടെയുണ്ട്. എന്തായാലും അവിടുന്ന് എങ്ങനെ ഓരോ കാര്യങ്ങളിലും അവൾ വാശി പിടിക്കുകയാണ്. അങ്ങനെ രാത്രി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്തു വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാഥ പറയുന്നു, എനിക്ക് ഓരോ നിർബന്ധങ്ങളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാനിതൊന്നും കഴിക്കില്ല എന്ന് പറയുകയാണ്. അപ്പം നവീനും അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ വരുന്നു. ഗാഥ പറയുന്നു, ഞാൻ ഫുഡ് കഴിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ കീർത്തിക്കും കീർത്തിയുടെ അമ്മയ്ക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്. കാരണം ഇവർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. കാരണം മുത്തശ്ശിക്കാണെങ്കിലും, അപ്പോൾ മുത്തശ്ശി ഇത് ചെയ്യുന്നുണ്ട്, മോളെ ഇരുക്കി കഴിക്കുക, പക്ഷേ അവളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവൾ അവളുടെ ഇഷ്ടങ്ങളെ വിട്ടുവീഴ്ച ചെയ്ത് ഫുഡിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കും. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.